പറ്റി അമ്മാവാ? സഹോദരിമാരുടെ സ്നേഹം കണ്ടപ്പോ എന്റെ രണ്ട് കണ്ണും നിറഞ്ഞുപോയി. എനിക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ഈ കയ്യിൽ രാഖി കെട്ടിയിരുന്നെങ്കിൽ ഞാനും അവളോട് പറയുമായിരുന്നില്ലേ, എന്നും നിന്നെ രക്ഷിക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന്. അമ്മാവാ, സ്കൂട്ടർ ഒന്ന് നിർത്താവോ? ഇപ്പഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. എടാ ഡോൾക്കി, ഓടി ഓടി എന്റെ കാല് വേദന കൂടി വരികയാണല്ലോ. ചേട്ടാ, ഈ മുത്ത് സ്വന്തമാക്കാനായി ലോകം മുഴുവനും കിടന്ന് ഓടുന്നത്. ചേട്ടന് കുറച്ചു ദൂരം പോലും ഓടാൻ വയ്യേ. എന്റെ ചേട്ടാ, എന്ത് പണിയാ കാണിച്ചേ? ആ മുത്ത് രാഗി വിൽക്കുന്ന കടയിൽ ചെന്ന് വീണല്ലോ. ഓ, ഡെക്കറേഷനുള്ള ഏതോ റാഖിയുടെ മുത്ത് ഇളകിപ്പോയെന്നാ തോന്നുന്നത്. ഇത് റാഖിയിൽ നല്ലതുപോലെ ഒട്ടിച്ചു വെക്കാം. ഇനി ഇത് ഇളകിപ്പോകാൻ പാടില്ല. ചേട്ടാ, ഒരു സ്പെഷ്യൽ രാഖി കാണിക്കാവോ? എന്റെ കടയിലെ റാഖി മുഴുവനും സ്പെഷ്യലാണ് മോനെ. ഏത് വേണമെങ്കിലും എടുത്തോ. ഈ മുത്ത് പിടിപ്പിച്ച രാഖി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കിത് തരുമോ? ചേട്ടാ, നമ്മുടെ മുത്ത രാഗിയില ഒട്ടിച്ചു വച്ചേക്കുന്നത്. ഭത്തി ചെയ്ത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. ഈ അനന്തരവൻ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി എന്ത് ചെയ്യാനാടാ? എന്റെ അനന്തരവാ, നിന്റെ അമ്മാവന്റെ കൊറേ നേരായി സങ്കടപ്പെട്ടിരിക്കുക. അങ്ങേർക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രാഖി കെട്ടി തരില്ലായിരുന്നോന്ന് പറഞ്ഞ സങ്കടം. കഷ്ടം. ഓഹോ, യു ഡോണ്ട് വരി ചെറിയമ്മേ. ഞാൻ അമ്മാവന് വേണ്ടി സഹോദരിക്കുള്ള ഏർപ്പാട് ചെയ്തു. എന്താ? എന്റെ പൊന്നുമോൻ നന്നായി വരട്ടെ. നിന്റെ ഐഡിയ ഒക്കെ ഉഗ്രനാണ് എന്റെ അനന്തരവാ. നീയുള്ളപ്പോ അമ്മാവൻ സങ്കടപ്പെടില്ല. അതെ, നിങ്ങൾ എവിടെയാ ചേട്ടാ? ഇത് കണ്ടില്ലേ, നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അകന്ന ബന്ധത്തിലെ സഹോദരി പത്മിനിയാണത്രേ. റാഖിയോ? ഡിങ്ക് ഡിങ്ക് ലക്ക് ലക്ക് ഡിങ്ക് ഡിങ്ക്. പക്ഷെ എനിക്ക് സഹോദരിയോ? അവളെപ്പോഴാ ജനിച്ചത്? നിങ്ങളപ്പോ പത്മിനി ചേച്ചിയെ മറന്നോ? എന്തൊരു കഷ്ടാ. ഷോ, അതറിയില്ലേ അമ്മാവാ? അമ്മാവന്റെ വല്യേട്ടന്റെ അച്ഛന്റെ അനന്തരവന്റെ മകൾ. ആ, പത്മിനി. അതെ, അവള് ചിലപ്പോ ആ ചമ്പക്പൂരിലെ സഹോദരിയായിരിക്കും. അതന്നെ അമ്മാവാ, അതന്നെ ഞാൻ പറഞ്ഞേ. ഓഹോ, അവസാനം എന്റെ സ്വപ്നം ഇത് സഫലമായിരിക്കുന്നു. എന്റെ സഹോദരി എനിക്കും നല്ലൊരു രാഖി അയച്ചു തന്നു. ഡിങ്കിൾ ലക്ക് ലക്ക് നല്ല ഭംഗിയുള്ള രാഖിയാണല്ലോ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാ. എന്റെ രാഖി ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ബല്ലെ ബല്ലെ ബല്ലെ. അതെ ചേട്ടാ, നമ്മുടെ മുത്ത ചാച്ചിയുടെ രാഖിയിൽ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. എനിക്ക് ഒരു രാഖി കിട്ടിയേ. എടോ അമ്മാവാ, ആ രാഖി വേഗം എനിക്ക് തന്നേക്ക്. എന്ത്? എന്റെ രാഖി? എന്റെ ഏക സഹോദരി അയച്ചു തന്ന രാഖി? ഇത് എത്രയെത്ര മലകളും സമുദ്രങ്ങളും കടന്നു വന്നതാണെന്ന് അറിയാമോടാ പീക്കിരികളെ നിങ്ങൾക്ക്? ഇത് ഞാൻ നിങ്ങൾക്ക് തരണമെന്നോ? നടക്കില്ലടാ. അയ്യോ, കൊള്ളാം അമ്മാവാ, അമ്മാവൻ പൊളിച്ചടിക്കല്ലോ. എടാ, എന്റെ സഹോദരി അയച്ചു തന്ന രാഖി തട്ടിയെടുക്കാൻ വന്നാലുണ്ടല്ലോ. ഞാൻ ഇതുവരെ അമ്മാവന്റെ ഈ അതിശക്തമായ രൂപം കണ്ടിട്ടേയില്ല. ചാച്ചിയുടെ കയ്യിൽ നിന്ന് രാഖി കൈക്കലാക്കാൻ മറ്റെന്തെങ്കിലും ഐഡിയ ആലോചിച്ചേ പറ്റൂ. അതെ സാറുമാരെ, ഞങ്ങളുടെ ഈ ഗുഡ് ലക്ക് സ്റ്റാളിലേക്ക് വന്ന് നിങ്ങളുടെ ലക്ക് എന്താണെന്ന് അറിയൂ. ഗുഡ് ലക്കോ? എന്ത് ഗുഡ് ലക്കാണ് ചേട്ടാ? നിങ്ങൾ ഞങ്ങളുടെ സ്റ്റാളിലേക്ക് വന്നിട്ട് ചില കളികളൊക്കെ നിങ്ങൾ കളിക്കേണ്ടി വരും. അതിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഏത് ഗിഫ്റ്റ് വേണമെങ്കിലും നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി എടുക്കാവുന്നതാണ്. ഇത് രക്ഷാബന്ധൻ സ്പെഷ്യൽ ഓഫറാണ് സാറുമാരെ. കൊള്ളാലോ അനന്തരവാ, ഇത് വളരെ നല്ലൊരു ഗെയിമാണല്ലോ. രക്ഷാബന്ധനോടനുബന്ധിച്ച് എന്റെ സഹോദരി പത്മിനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വേണമെന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഗെയിം കളിക്കാൻ തയ്യാറാണ് ചേട്ടാ. Come on, Ammava. You can do it. Come on, Ammava. നമുക്ക് ജയിച്ചേ പറ്റൂ. അമ്മാവാ, എന്തോ പ്രശ്നമുണ്ടല്ലോ. കണ്ടുപിടിച്ചേ പറ്റൂ. ചേട്ടാ, ഇമോഷണലായി ഒന്നും മറക്കരുത്.
ചേട്ടനിപ്പോ രാഖിയിൽ മാത്രം ഫോക്കസ് ചെയ്താ മതി. ഗെയിം ജയിക്കുന്നതിലല്ല കാര്യം. ഫോക്കസ് ഫോക്കസ്. രാഖി മുത്ത്. ആ ശരിയാ, ഞാനത് മറന്നുപോയിരുന്നു. ആ? രാഖി മുത്ത്. ഓ ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ ഈ കളിയിൽ ഞാൻ ജയിച്ചേ. അയ്യോ അമ്മാവൻ ഗെയിം ഡങ്കിലക്ക് ലക്ക്, ജയിച്ചതിന് ഡങ്കി ലക്ക്. സന്തോഷിക്കുകയാണോ? ആ ടങ്കാട്ടോൾക്ക് അമ്മാവന്റെ രാഖി മോഷ്ടിച്ചോണ്ട് പോവാ. അതിലൊരു എടാ നീ എന്റെ രാഖി മോഷ്ടിച്ചല്ലേ? എന്റെ ഏക സഹോദരി പത്മിനി അയച്ചു തന്ന രാഖിയാണിത്. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലടാ. എടാ നിൽക്കടാ അവിടെ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഓടിക്കോ ചേട്ടാ, നിൽക്കടാ അവിടെ. ഓടിക്കോ. എടാ നിൽക്കടാ അവിടെ, രാഖി കള്ളന്മാരെ. എടാ ബഹദൂർ, ആ ജീപ്പൊന്ന് തപ്പടാ. എനിക്ക് ഈ റാക്കി മോഷ്ടിക്കുന്നവര് അങ്ങേറ്റത്തെ വെറുപ്പാണ്. ഉടനെ ആ ഡങ്കാഡോൽക്ക് പിടിക്കണം. എന്റെ അമ്മാവ ഒന്നും കാണാൻ വയ്യ, മുന്നിലുള്ളതൊന്നും കാണാനാവുന്നില്ല. എന്റെ അമ്മാവ അനന്തരവാ, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? എനിക്ക് വേറൊന്നും കാണാനേ പറ്റുന്നില്ല. എന്റെ അമ്മാവ, ഇത് നിങ്ങക്ക് കയറി ഇരിക്കാനുള്ള സ്ഥലാണോ? ജീപ്പ് ഒഴിഞ്ഞു കിടക്കല്ലേ. നിങ്ങൾ എന്തിനാ ഈ ബോണറ്റ് കയറി ഇരിക്കണത്? അതിന് ജീപ്പ് നിർത്തി ഞങ്ങൾ അകത്ത് കയറി ഇരിക്കാനുള്ള സാവകാശമൊന്നും ഇപ്പോഴില്ല മാഡം. റാക്കി കള്ളന്മാരായ ടങ്കാട്ടോൾക്ക് രക്ഷപ്പെടാതിരുന്നാൽ മതി. ഇതോ ബഹദൂർ, അത് നോക്കിക്കേ. അമ്മാവ ഇപ്പൊ ശരിയായല്ലോ. ഇനി ഞങ്ങൾ ആ കള്ളന്മാരെ പിടിക്കുന്നത് കണ്ടോ നിങ്ങള്? അതേ നോക്ക്. എന്റെ വണ്ടി വണ്ടി. ഈ രണ്ട് കള്ളന്മാരാ എന്റെ ഒരേ ഒരു രാഖി മോഷ്ടിച്ചെടുത്തത്. ഞാൻ ഇവരെ വെറുതെ വിടില്ല അനന്തരവാ. നിങ്ങളുടെ ഒരു രാഖിയല്ലേ പോയത്, എന്റെ കട മൊത്തം പോയി. ഇതെന്റെ റാഖി അല്ല അനന്തരവാ, ഇതും അല്ല. എങ്കി ഇതാ പിടിച്ചോ. ഐഡിയ. ബൈ ബൈ, എല്ലാവർക്കും ബൈ. ഹലോ ഡങ്കാങ്കിൾ. എടോ എന്റെ റാഖി തിരിച്ചു തന്നേക്ക്, റാഖി കള്ളന്മാരെ. അല്ല, കള്ളന്മാർ ഇന്ന് കാലത്ത് മോഷ്ടിച്ച മുത്താണിത്. അവസാനം അത് തിരിച്ചു കിട്ടിയല്ലോ. ഇത് കിട്ടിയത് എത്ര വലിയ കാര്യാണെന്നറിയോ? അയ്യോ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് പോലീസ് മാഡം. എന്റെ ഒരേ ഒരു സഹോദരിയായ പത്മിനി എനിക്ക് അയച്ചു തന്ന റാഖിയാണിത്. നിങ്ങളിത് കേടുവരുത്തി കളഞ്ഞല്ലോ. സോറി അമ്മാവാ, ഈ റാഖി നിങ്ങളുടെ സഹോദരിയല്ല, ഞാൻ തന്നെ അയച്ചത്. കാരണം അമ്മാവൻ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മാവനെ സന്തോഷിപ്പിക്കാനേ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്നോട് ക്ഷമിക്ക അമ്മാവാ. ഒരു തെറ്റ് പറ്റിയതാന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മാവാ, എന്നോട് ക്ഷമിക്ക്. കണ്ടില്ലേ അനന്തരവാ, ഞാനിപ്പോ കരയുന്നതല്ല. ഈ കണ്ണീര് ആക്ച്വലി എന്റെ ആനന്ദ കണ്ണീരാ മോനെ. നീ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? സത്യം തന്നെയാണിത്. അനന്തരവൻ കൂടെയുള്ളപ്പോ ഈ അമ്മാവന് സങ്കടപ്പെടേണ്ടി വരില്ലല്ലോ. ഈ അമ്മാവന്റെ അനന്തരവന്റെ സ്നേഹം കാണുമ്പോ എന്റെ കണ്ണും നിറഞ്ഞൊഴുകുകയാണല്ലോ. എടാ ബഹദൂറെ, നീ കരച്ചിലൊന്ന് നിർത്ത്. എന്നിട്ട് വണ്ടി എടുക്ക്. റാഖി കള്ളന്മാരെ ജയിലിൽ അടക്കണ്ടേ? വന്നേ വന്നേ.